നമസ്കാരം ഡിയേഴ്സ്. നിങ്ങൾക്ക് ഗോസ്റ്റ് ഡ്രാമകൾ ഇഷ്ടമാണോ? അപ്പൊ ടോപ്പ് 5 ഗോസ്റ്റ് ഡ്രാമകളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. പൊതുവെ എനിക്ക് ഈ ഗോസ്റ്റ് ഡ്രാമകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ഗോസ്റ്റിനൊക്കെ കാണാനുള്ള ഒരു കഴിവുണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് ചിലപ്പോ ഓരോ ആത്മാക്കൾ ഉണ്ടെങ്കിലോ, അത് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിലോ, ഷോ എന്ത് രസമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. പക്ഷെ ഈ ഒരു ഭീകരമായിട്ടുള്ള ഗോസ്റ്റുകളൊന്നും വേണ്ട, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗോസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? 5 ഗോസ്റ്റ് ഡ്രാമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഡ്രാമയാണ് ഓ മൈ ഗോസ്റ്റ്. ഇത് 2015 റിലീസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഗോസ്റ്റ് ഡ്രാമയാണ് ഓ മൈ ഗോസ്റ്റ്. ഇതിൽ ടോട്ടല് 13 എപ്പിസോഡ്സ് ആണ് കേട്ടോ. ഇതിൽ സ്റ്റോറി ഏതാ നിങ്ങൾക്ക് അറിയണ്ടേ? ഇതിൽ നമ്മുടെ മെയിൻ ആക്ട്രസ് ഒരു അസിസ്റ്റന്റ് ഷെഫാണ്. ആരുടെ? നമ്മുടെ ആക്ടറിന്റെ അസിസ്റ്റന്റ് ഷെഫാണ് കേട്ടോ. അവൾക്കൊരു കഴിവുണ്ട്. അതെന്താണെന്നറിയണ്ടേ? അവൾക്ക് ഗോസ്റ്റുകളെ കാണാനുള്ള ഒരു കഴിവുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഇവിടെ നമുക്ക് ചുറ്റുമുള്ള ആത്മാക്കളെ നമുക്ക് കാണാൻ കഴിയാന്ന് പറയുമ്പോൾ അതെന്തോരം ഭീകരമായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനൊരു കഴിവാണ് നമ്മുടെ നടിക്ക് ഈ ഒരു ഡ്രാമയിലുള്ളത്. സോ അവൾ അതുകൊണ്ട് ഭയങ്കര വീക്കാണ്. കാരണം അവളെ ഏതു ആത്മാവുമായിട്ട് ഐ കോണ്ടാക്ട് വെക്കുന്നു, ആ ഒരു ആത്മാവിനെ അവളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള കഴിവുണ്ട്. സോ അവൾ മാക്സിമം ഗോസ്റ്റുകളുടെ ഐ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയോ നമ്മുടെ ഒരു ഗോസ്റ്റ് അവളുടെ മേത്തോട്ട് കയറുന്നുണ്ട്. ശേഷം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഇല്ലേ? അപ്പൊ ക്യൂരിയോസിറ്റി ഉള്ളവര് നേരെ പോയിട്ട് ഡ്രാമ കണ്ടു നോക്കൂ കേട്ടോ. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് പാക് ബോയങ് എന്ന് പറയുന്ന ആക്ട്രസ് ആണ് കേട്ടോ. പാക് ബോയങ് എന്ന ആക്ട്രസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൗത്ത് കൊറിയയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ട്രസ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ആക്ട്രസിന്റെ ഡ്രാമകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഡ്രാമയാണ് ഓ മൈ ഗോസ്റ്റ് കേട്ടോ. ഓക്കെ, ഇതിൽ ആക്ടറായിട്ട് അഭിനയിച്ചേക്കുന്നത് ജോ ജങ് സൂക്ക് എന്ന് പറയുന്ന ആക്ടറുമാണ്. അപ്പൊ ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഇതിൽ നല്ല രസമാണ് കേട്ടോ. പാക് ബോയങ് എന്ന് പറയുന്ന നടി എല്ലാ ആക്ടറുമായിട്ട് ഭയങ്കര കെമിസ്ട്രി ആയിരിക്കും കേട്ടോ. അതാണ് ആ ഒരു നടീനെ വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. സോ കഥ ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല, ഡ്രാമ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയണം കേട്ടോ. സെക്കൻഡ് ഡ്രാമയാണ് ഹോട്ടൽ ഡെൽ ലൂണ. 2019 റിലീസ് ആയിട്ടുള്ള ഡ്രാമയാണ് ഹോട്ടൽ ഡെൽ ലൂണ. ഇതിലെന്താ കഥ എന്ന് വെച്ചാൽ, നമ്മുടെ കഥയിലെ നായികയ്ക്ക് ഒരു സൂപ്പർ നാച്ചുറൽ കഴിവുണ്ട്. അതായത് മുൻ ജന്മത്തിൽ ചെയ്തിട്ടുള്ള ഒരു പാപം കൊണ്ട് അവൾക്ക് മരണമില്ല. സോ അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോട്ടലിന്റെ ഓണറാണ് നമ്മുടെ കഥയിലെ നായിക. ആ ഹോട്ടലിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആ ഹോട്ടലിൽ മൊത്തം വിസിറ്റ് ചെയ്യുന്നത് ഗോസ്റ്റുകളായിരിക്കും. അതായത് ഇപ്പൊ ആഫ്റ്റർ ലൈഫിലോട്ട് പോവാൻ നിൽക്കുന്ന ഗോസ്റ്റുകൾ എല്ലാവരും അതിന് മുന്നേ താമസിക്കുന്ന ഒരു ഹോട്ടലാണ് ഈ ഒരു ഡ്രാമയിൽ കാണിക്കുന്നത്. സോ ആ ഒരു ഹോട്ടലിന്റെ മാനേജറായിട്ട് നമ്മുടെ കഥയിലെ നായകനെ ഇതിൽ ഹയർ ചെയ്യാണ്. സോ അതിനുശേഷം അവന് എല്ലാ ഗോസ്റ്റുകളും കാണാനുള്ള ഒരു കഴിവ് ഉണ്ടാവുകയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു കഥ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ നടി ആ ഒരു ഹോട്ടലിന്റെ ഓണർ ആവുന്നത്, എന്തുകൊണ്ടാണ് ഇവനെ തന്നെ അതിലോട്ട് ഹയർ ചെയ്യാനുള്ള കാരണം എന്നെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ അറിയണം കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. അപ്പൊ നമുക്കിതിൽ ഓരോ ഗോസ്റ്റുകളുടെയും കഥ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. കൂടാതെ ഇതിൽ നമ്മുടെ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് അയ്യു ആണ്. ലീ ജുയുൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു നടിയുടെ ഔട്ട്ഫിറ്റ്, അതേപോലെ തന്നെ ആ ഓർണമെന്റ്സ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. അയ്യുവിന്റെ കൂടെ യു ജിൻ ഗു എന്ന് പറയുന്ന ആക്ടറാണ് ആക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ഇതിൽ OST എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു OSTയും അതുപോലെ തന്നെ ഇതിൽ ഓരോ സീനും കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് തരുന്നത് കേട്ടോ. മൂന്നാമത്തെ ഡ്രാമയാണ് 2023 റിലീസ് ആയിട്ടുള്ള റെവനന്റ്. ഇത് നല്ലൊരു ത്രില്ലർ ഡ്രാമയാണ് കേട്ടോ. 16 എപ്പിസോഡ്സ് ഉണ്ട്. ഹോങ് ക്യൂങ്, കിം ടേരി, ഓ ജങ് സെ എന്ന് പറയുന്ന ആക്ടേഴ്സും ആക്ട്രസും ആണ് ഇത് മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിലെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, നമ്മുടെ നടിയുടെ മേത്ത് ഒരു പ്രേതം കയറുകയാണ്. അപ്പോൾ അതിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആക്ടറായിട്ടുള്ള ഹോങ് ക്യൂങ് ഒരു മന്ത്രവാദിയാണ്. സോ അവളുടെ മേത്ത് കയറിയിട്ടുള്ള ആ ഒരു ഗോസ്റ്റിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുകയും സോ അതിന് പിന്നാലെ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും പറയുന്ന ഒരു ഡ്രാമയാണ് റെവനന്റ് കേട്ടോ.
ഇത് നല്ലൊരു സീരിയസ് ഡ്രാമയാണ്, ഫണ്ണി റൊമാൻസ് ഒന്നുമില്ല. സോ നമ്മൾ നല്ല ക്യൂരിയോസിറ്റിയിൽ കാണേണ്ട ഒരു ഡ്രാമയാണ് റവനന്റ് കേട്ടോ. നാലാമത്തെ ഡ്രാമയാണ് 2016 റിലീസായിട്ടുള്ള ലെറ്റ്സ് ഫൈറ്റ് ഗോസ്റ്റ്. ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഡ്രാമയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് നല്ലൊരു റൊമാൻറ്റിക് ആൻഡ് കോമഡി ഡ്രാമയാണ്. സ്റ്റോറി എന്താ നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഇതിൽ നമ്മുടെ കഥയിലെ നായകന് പ്രേതങ്ങളെ കാണാനുള്ള ഒരു കഴിവുണ്ട്. സോ അവൻ ആ ഒരു കഴിവ് വെറുതെ വേസ്റ്റ് ചെയ്യുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു? ആ കഴിവ് വെച്ചിട്ട് അവൻ പ്രേതങ്ങളെ ഒഴിപ്പിച്ചിട്ട് ക്യാഷ് നേടുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് അവൻ ചെയ്യുന്നത്. ശേഷം അവൻ നമ്മുടെ നടി അയച്ചുള്ള ഹ്യൂൻജി എന്ന് പറയുന്ന പ്രേതത്തിന് മീറ്റ് ആക്കുകയാണ്. നമ്മുടെ കഥയിൽ നായിക ഇതിൽ പ്രേതാണ് കേട്ടോ. അപ്പൊ അവളെ മീറ്റ് ആക്കുകയാണ്. അതിനുശേഷം അവർ പ്രണയത്തിലാവുന്ന സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ലാസ്റ്റ് നല്ല ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ കെമിസ്ട്രി, ഇവരുടെ റൊമാൻസും ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കിം സോ ഹ്യൂൻ എന്ന് പറയുന്ന ആക്ട്രസും ഓക്കെ ടേഹ്യൂൻ എന്ന് പറയുന്ന ആക്ടറുമാണ് കേട്ടോ. ഇതിൽ ടോട്ടൽ 16 എപ്പിസോഡ്സ് ഉണ്ട്. ഓരോ എപ്പിസോഡ്സും നമുക്ക് ഭയങ്കര ഫണ്ണായിട്ടാണ് തോന്നുന്നത്. നമുക്ക് യാതൊരുവിധ ബോറടി ഉണ്ടാവില്ല. സോ എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഡ്രാമ കണ്ടോളൂ കേട്ടോ. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് ദ ഗ്രേറ്റ് ഷാമൻ ഗഡൂംഷിം. ഇത് 2021 റിലീസായിട്ടുള്ള ഡ്രാമയാണ്. നല്ലൊരു സ്കൂൾ മൈസ്റ്ററി ഡ്രാമയാണ് കേട്ടോ. ഇതിൽ മെയിൻ സ്റ്റോറി എന്താന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സ്കൂളിന് ഭീഷണിയാവുന്ന ഈവിൽ സ്പിരിറ്റുകൾക്കെതിരെ പോരാടുന്ന 2 സ്കൂൾ കുട്ടികളുടെ സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ടോട്ടൽ ഇതിൽ 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് നാം ഡ റോം എന്ന് പറയുന്ന ആക്ടറും കിം സൊറോൺ എന്ന് പറയുന്ന ആക്ട്രസും ആണ് കേട്ടോ. ഒരു ആക്ട്രസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോൾ കഴിഞ്ഞ ഡ്രാമയാണ് ഗ്രേറ്റ് ഷാമൻ ഗഡൂഷിം എന്ന് പറയുന്നത് കേട്ടോ. സോ ഈ 5 ഡ്രാമകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഗോസ്റ്റ് ഡ്രാമകൾ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രാമാസ് ആണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.